ഹായ് ഗായ്സ്, നമുക്കിന്നൊരു മീൻ തോരൻ വെച്ചാലോ. നമ്മൾ ആദ്യമേ തന്നെ മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് ഒരു മുറി തേങ്ങ ചിരകിയത്, പിന്നെ കൊച്ചുള്ളി, ഇത് രണ്ടും കൂടി നമ്മളൊരു മിക്സിക്കകത്ത് ഇടുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, ഒരു സ്പൂൺ മുളക് പൊടി ഇടുക, അര സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ആണെങ്കിൽ ഒരു 1/4 മാങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്. അത് നമുക്ക് ഈ മീൻ ക്ലീൻ ചെയ്ത് വെച്ച മീനിനകത്തേക്ക് നമുക്കിടാം. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ നമുക്കിടാം. അതിനുശേഷം പച്ചമുളക്, ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് നമുക്കിടാം. അതിനുശേഷം കറിവേപ്പില നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്തേക്കിടാം, നമുക്ക് മീനിനകത്തേക്ക്. അതിനുശേഷം നമുക്ക് ഉപ്പിടാം ആവശ്യത്തിന്. നമ്മൾ ഈ അരപ്പ് റെഡിയാക്കി വെച്ച ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കാം എല്ലാം കൂടെ ഒരുമിച്ച്. ഇവിടെ നല്ലപോലെ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം തീയിൽ വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തീ കുറച്ച് വെക്കാവുന്നതാണ്. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് അടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി വെക്കാം. ഇടയ്ക്കൊന്ന് ഒരുപാട് ഇളക്കരുത്, കാരണം ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അങ്ങ് പൊടിഞ്ഞു പോകും. നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിക്കാം. ഇവിടെ നമ്മുടെ മീൻതോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന മത്തിയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് സഹായിക്കുന്നു. മത്തിയാണെങ്കിൽ നമുക്ക് ഒമേഗ 3 ഉണ്ടാവാനും പിന്നെ ബാഡ് കൊളസ്ട്രോൾ കുറച്ച് ഗുഡ് കൊളസ്ട്രോൾ ഇമ്പ്രൂവ് ചെയ്യാനും മത്തി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ മീൻതോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ ഓഫാക്കി നമുക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം. ഇവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വെക്കാം. ഇവിടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.